ദീപം 100 രൂപയ്ക്ക് നമുക്ക് കിട്ടിയാൽ 200 രൂപയ്ക്ക് കൊടുക്കാം. പ്രോഫിറ്റ് നേരെ ഇരട്ടിയ. മനു എന്ത് പറയുന്നു? കേട്ടിടത്തോളം വളരെ നല്ല കാര്യ. പക്ഷെ ഒരു കാര്യം, അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. 2 വലിയ കണ്ടെയ്നേഴ്സാ വരുന്നത്. അത് മൊത്തം നമ്മൾ എടുക്കണം. അതിന് നല്ലൊരു എമൗണ്ട് വേണ്ടി വരില്ലേ? വരും. എന്റെ നോട്ടത്തിൽ ഒരു 4 കോടി രൂപയെങ്കിലും വേണ്ടി വരും. സാധനം വാങ്ങി ഡീലേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. ഒറ്റ മാസത്തിനുള്ളിൽ മുടക്കിയ മുതൽ നേരെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഇത്രയും വലിയൊരു എമൗണ്ട് ആണല്ലോ എന്നോർത്ത് നീ പേടിക്കണ്ട. നിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. ബാക്കി കർണൻ അറേഞ്ച് ചെയ്തോളൂ. അത് എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഭദ്രേട്ടൻ അറിയില്ലേ? നീ എന്താ ഈ പറയുന്നത്? ശ്രീമംഗലം തറവാടിന്റെ 1/3 ഭാഗം കൈവച്ചോനാണോ നീ ഈ ദാരിദ്ര്യം പറയുന്നത്? അത് ശരിയാ. പക്ഷേ ഇതിനിപ്പോ റെഡി ക്യാഷ് വേണ്ടേ? അതിനെന്താ ചെയ്യാ? ഞാനൊരു ഐഡിയ പറയാം. നിന്റെ പേരിലുള്ള പ്രോപ്പർട്ടിക്ക് ഈ നാട്ടിൽ ആരും പറയുന്നതിനേക്കാൾ കൂടുതൽ വില കർണൻ തരും. നീ അത് കർണന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി. ക്യാഷ് നാളെ വേണമെങ്കിൽ നാളെ. അല്ല ഭദ്രേട്ട, അവകാശം കെട്ടിയത് വിൽക്കാന്നൊക്കെ പറഞ്ഞ ആരോടും ആലോചിക്കാതെ. ആരോടെങ്കിലും ഒക്കെ ആലോചിച്ചിട്ട് ഇത് ചെയ്യാമെന്ന് മനു വിചാരിക്കണ്ട. അവരാരും നിന്നെ പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില അവസരങ്ങളാ. അവസരത്തിനൊത്ത് ഉയരുന്നവരെ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ. എന്നാലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇങ്ങനൊരു ചാൻസ് എപ്പോഴും കിട്ടുമെന്ന് കരുതണ്ട. 1 മാസത്തിനുള്ളിൽ മനുവിന്റെ മുടക്കുമുതൽ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടില്ലേ? കാശ് കയ്യിൽ വന്ന് കഴിയുമ്പോ മനുവിന് വേണമെങ്കിൽ ഞാനതെല്ലാം തിരിച്ചു തന്നേക്കാം. 1 പൈസ പോലും എനിക്ക് കൂടുതൽ വേണ്ട. ആലോചിച്ച് നിന്നാ കണ്ടെയ്നർ ആണുങ്ങളും കൊണ്ടുപോകും. തീരുമാനമെടുക്കുന്നെങ്കിൽ ഇപ്പൊ വേണം. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ മനുവിന്റെ പ്രോപ്പർട്ടി എന്റെ കയ്യിൽ ഇരിക്കുന്നു കരുതിയാ മതി. നമ്മളൊക്കെ പാർട്ട്നേഴ്സ് അല്ലേ? അല്ല, വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. പെട്ടെന്ന് ആലോചിച്ചപ്പോ തറവാട് സ്വത്തല്ലേ, അതുകൊണ്ടാ. ഇനിയിപ്പോ ഞാനൊന്നും ചിന്തിക്കുന്നില്ല. കർണാടക പറയുന്ന പോലെ ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നു. രജിസ്ട്രേഷനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. എന്താ? ഡോക്യുമെന്റ്സ് ഞാൻ എത്തിച്ചോളാം. എന്ന് ഞാൻ പോയിക്കോട്ടെ. ഇനി എന്നോടൊന്നും പറയണ്ട. ഒരുപാട് അവധിയായി പറയുന്നു. എന്റെ കാശിൽ നിന്ന് എനിക്ക് കിട്ടണം. കയ്യിലില്ലാഞ്ഞിട്ടല്ലേ ശ്രീഹരിട്ടാ, ഞാൻ പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് എന്റെ കാര്യം നടക്കണ്ടേ? കാശ് വാങ്ങിച്ച് മുങ്ങി അടക്കുക, കണ്ടു കിട്ടിയാൽ 100 പ്രശ്നങ്ങൾ പറയാം. ഇതൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. മര്യാദക്ക് എന്റെ കാശിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ചോദിച്ച കേട്ടില്ലേ? താൻ എന്താ ചെയ്യാൻ പോന്നെ? കൊല്ലുവോ? എന്താ കൊല്ലണോ? തന്റെ കാശ് തിരിച്ചു തരാൻ എന്റെ കയ്യിലില്ല. അടുത്തെങ്കിലും തരാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് ഗതിയിട്ട് നിൽക്കാ ഞാൻ. ഒരു കാര്യം ചെയ്യും, കാശിന് ഒരു ശവം മതിയെങ്കിൽ എന്നെ കൊന്നോ. ജീവനോടെ ഇരുന്നാ എന്തെങ്കിലും കിട്ടിയാ തരും. അല്ലെങ്കിൽ താൻ കൊണ്ട് ഈ കേസ് കൊടുക്കും. അല്ല പിന്നെ അച്ഛനില്ലേ മോളെ? ഇല്ലല്ലോ, പുറത്തു പോയിരിക്ക. എപ്പോ വരും? അറിയില്ല. വലുതും പറയണോ? ഇല്ല, എന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ആളെ കണ്ടില്ല. അതുകൊണ്ട് തിരക്കി ഇറങ്ങിയതാ. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു? ഇല്ല. ആകെ പണിമുടക്കായല്ലോ. എവിടെ ചെന്നാ ഒന്ന് കണ്ടുപിടിക്കുക. ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞേക്കണം. കണ്ടിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഭീമ
ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ എന്തിനാ? കുട്ടികളുടെ ഭാവി ശോഭനമാകും. ഭാവി ശോഭനമാക്കണമെങ്കിൽ ഈ കഞ്ഞിപ്പശയുടെ പാടുകൾ ഉപേക്ഷിക്കൂ. പുതിയ റിവൈവ് ലിക്വിഡ് നിറമുള്ള ടെറിക്കോട്ട്സ് അഥവാ കോട്ടൺസ് 5 മിനിറ്റിൽ ബലമേകുന്നു, യാതൊരു പാടുകളുമില്ലാതെ. മിസ്സസ് റീനി. യെസ് മാം. ഇവരുടെ അഡ്മിഷൻ ലെറ്റർ. ഓക്കേ, റെഡി? ഇതെന്താ ഇവരുടെ കയ്യിൽ അവരുടെയും കയ്യിൽ സ്മൈൽ. ഈ ലോക്കറ്റ്, ഈ ബാൻഡേജ്, ഇതെന്ത് ചുറ്റിക്കളിയാ? അയ്യോ രാവേട്ട, ഒന്ന് നോക്കട്ടെ. ഓ രാമേട്ടനാട്ടെ, കൃഷ്ണേട്ടനാട്ടെ, ആരുടെ ലോക്കറ്റിൽ കൈവച്ചാലും ബൈറ്റ് കിട്ടും. ലിയോ ഓഫർ റിസ്ക് ഇല്ലാതെയും കിട്ടും. 10 രൂപയുടെ മസ്റ്റ് ബൈറ്റ്സ് വാങ്ങൂ, നേടൂ ഒരു സ്റ്റൈലൻ ലോക്കറ്റ് ഫ്രീ. വേഗം, ഈയിടെ ധാരാളം മോണുണ്ട്. പീരിയഡ്സിലും പീരിയഡ്സ് ഇല്ലാത്ത അനുഭൂതി അമൂല്യമാണ്. വിസ്പർ അൾട്ര തരുന്ന ഡ്രൈനസിന്റെ അനുഭൂതിയിൽ ഓരോ അമൂല്യ നിമിഷവും അമൂല്യം. വിസ്പർ, ഹാവ് എ ഹാപ്പി പീരിയഡ്. Reliance Mobile, India's #1 network. Reliance Anil Dhirubhai Ambani Group. അമ്മേ, ഇത് ഫൈറ്റർ ജെറ്റ് F111 ലാൻഡ് ചെയ്യുമ്പോ ഇത് കുലുങ്ങുമായിരുന്നു. എക്സ്പെർട്സിന് പോലും അത് ശരിയാക്കാൻ പറ്റിയില്ല. പുതിയ പീഡിയാഷ്വർ കംപ്ലീറ്റ്, ശരിയായ സന്തുലിത പോഷണത്തിന്. എനിക്കാകണം ഫൈറ്റർ ജെറ്റ് പൈലറ്റ്. അതുകൊണ്ടാകും എല്ലാരെക്കാളും ടോളസ്റ്റ്, എല്ലാരെക്കാളും സ്ട്രോങ്സ്റ്റ്, എല്ലാരെക്കാളും ബ്രൈറ്റസ്റ്റ്. നിങ്ങളുടെ കുട്ടിയെ എല്ലാരെക്കാളും ടോളസ്റ്റ്, സ്ട്രോങ്സ്റ്റ്, ബ്രൈറ്റസ്റ്റ് ആക്കുന്നു. Pediasure Complete. ആനന്ദം ആനന്ദം ആരോഗ്യമേ, ആരോഗ്യം ആരോഗ്യം ആനന്ദമേ. ആശീർവാദാട്ട എന്റെ കുടുംബത്തിന് പരിപൂർണ പോഷണം നൽകുകയും ഞങ്ങളെ ആരോഗ്യവാന്മാരും ചുറുചുറുക്കുള്ളവരാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ? ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞേക്കണം. കണ്ടിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ടാ. ഗോപാലൻ എപ്പോഴാ വന്നത്? കേറിയിരിക്കാൻ ഞാൻ എന്താ? ശ്രീധരേട്ടനില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ കയറിയിരുന്നിട്ട് എന്തിനാ? ഏതായാലും കണ്ടു കിട്ടിയല്ലോ, ഭാഗ്യം. ഞാൻ ശ്രീധരേട്ടനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അങ്ങോട്ട് കണ്ടില്ലല്ലോ, എന്തു പറ്റി? അത് വെറുതെ വന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ടാ. അതെന്താ അങ്ങനെ പറഞ്ഞത്? കാശ് കിട്ടിയില്ലേ? നമ്മള് പണം കൊടുത്ത് 2-3 പേരെ തിരക്കി നടക്കുക. ഞാൻ അന്വേഷിച്ചാ കണ്ടുകിട്ടില്ല. കണ്ട തരാതിരിക്കാൻ 100 കാരണങ്ങളാ പറയണേ. എന്ത് ചെയ്യുമെന്ന് കരുതി വിഷമിച്ച് നടക്കാൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശ്രീധരേട്ട? കാര്യങ്ങൾ നടക്കണ്ടേ? എനിക്ക് കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം. അത്രയും വലിയ അത്യാവശ്യങ്ങളാ വന്ന് ചാടിയിരിക്കുന്നത്. ഗോപാല, അവര് തന്നാലല്ലേ നമുക്ക്? അതെനിക്കറിയേണ്ട കാര്യമില്ല. പലിശയ്ക്ക് കൊടുത്ത പണത്തിന്റെ ഉത്തരവാദിത്വം ശ്രീധരേട്ടനാ. അതിനാ ഞാൻ കിട്ടുന്നതിന്റെ പാതി തരാമെന്ന് പറഞ്ഞത്. ഇതിപ്പോ പണം വാങ്ങിയവര് പലിശ നീട്ടിയിട്ട് മുതല് പിന്നെ തരാന്ന് പറഞ്ഞാ അവരുടെ കുത്തിന് പിടിച്ച് വാങ്ങിക്കാൻ പറ്റുമോ? പലിശയ്ക്ക് കൊടുക്കുമ്പോ 1 മാസത്തേക്കെന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. പിന്നെ പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ശ്രീധരേട്ടൻ കൊടുക്കുമ്പോ കൊള്ളാവുന്ന പാർട്ടികളായിരിക്കുമെന്ന് കരുതിയാ ഞാനിത് ശ്രീധരേട്ടനെ ഏൽപ്പിച്ചത്. പാർട്ടികളൊക്കെ നല്ലത് തന്നെയാ. അവരുടെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇതെനിക്ക് നേരിട്ട് ചെയ്യാമായിരുന്നു. തിരിച്ച്